വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കിയതിന് പിന്നാലെ മുനമ്പത്ത് ആഹ്ലാദ പ്രകടനം. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം വിളികളോടെയും ആഹ്ലാദ പ്രകടനം നടത്തിയ സമരക്കാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ജയ് വിളിച്ചു. നിയമ ഭേദഗതിയെ എതിർത്ത കേരളത്തിലെ എംപിമാരെ സമരക്കാർ വിമർശിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുവരെ സമരം തുടരുമെന്നും മുനമ്പം സമരസമിതി അറിയിച്ചു. വഖഫ് ഭേദഗതി ബില്ല് വന്നതോടെ മുനമ്പം പ്രശ്നം കൂടുതൽ സങ്കീർണമാകുമെന്ന് മുസ്ലിം ലീഗ് നേതാവും MLA-യുമായ MK മുനീർ. ബില്ല് മുനമ്പത്ത് താമസിക്കുന്നവർക്ക് എതിരായി വരുമെന്നാണ് തന്റെ നിഗമനമെന്നും ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നും MK മുനീർ. ഇതുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും ഹാജരാക്കിയാൽ കൂടുതൽ നിയമക്കുരുക്കിലേക്കാണ് കാര്യങ്ങൾ പോകുക. നിയമപരമായി അല്ലാതെ കോടതിക്ക് പുറത്ത് ഇരു സമുദായങ്ങളും സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നം മാത്രമാണിത്. ഇതിലൂടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വിശ്വാസമില്ലായ്മയും ഇല്ലാതാക്കാം എന്നും MK മുനീർ പറഞ്ഞു. മുനമ്പം കേരളത്തിൽ തന്നെ പരിഹരിക്കാവുന്ന വിഷയമാണ്. ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും പരിഹരിക്കാൻ കഴിയുന്നതാണ് മുനമ്പത്തെ പ്രശ്നം. എന്നാൽ സർക്കാർ അതിൽ ഒളിച്ചുകളി നടത്തുന്നു. വഖഫ് ബോർഡും വകുപ്പ് മന്ത്രിയും ഉണ്ടായിട്ടും ഈ വിഷയം സർക്കാർ എന്തിന് നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന് വ്യക്തമാക്കണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അവരെ കുടിയൊഴിപ്പിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നിയമസഭയ്ക്ക് അകത്ത് സർക്കാർ എടുക്കുന്ന നിലപാട് അവരെ കുടിയൊഴിപ്പിക്കും എന്നാണ്. എന്നാൽ പുറത്ത് പറയുന്നത് നിങ്ങളുടെ കൂടെയാണ് എന്നാണ്. ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിനെതിരാണ് ലീഗ്. അതുകൊണ്ടാണ് ക്രിസ്തീയ സമുദായവുമായി നേരിട്ട് ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറായത്. ഇതിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടിനൊപ്പമാണ് കോൺഗ്രസ് എന്നും MK മുനീർ പറഞ്ഞു. ക്രൈസ്തവ സംഘടനകളുമായി ഈ വിഷയത്തിൽ ചർച്ച വേണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം. ഭരണഘടനാ വിരുദ്ധമായ ബില്ലാണ് പാർലമെന്റിൽ BJPക്കുള്ള അധികാരം ഉപയോഗിച്ച് പാസാക്കിയെടുത്തിരിക്കുന്നത്. പാർലമെന്റ് പാസാക്കിയ ബില്ല് ഏതെങ്കിലും ഒരു വിഭാഗം എതിർത്തത് കൊണ്ട് നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലെന്നും എന്ത് വില കൊടുത്തും നടപ്പാക്കും എന്നുമാണ് അമിത് ഷാ പറഞ്ഞത്. എന്നാൽ പാർലമെന്റ് പാസാക്കിയ ഇത്തരം ബില്ലുകൾ കോടതി റദ്ദാക്കിയ സാഹചര്യം നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഈ ബില്ലിനെതിരെ ഇന്ത്യ മുന്നണി നിയമപരമായ പോരാട്ടം നടത്തുമെന്നും MK മുനീർ കൂട്ടിച്ചേർത്തു. Don't worry money, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.